അഭിജിത്ത് ടെക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, പവി കാറ്റേക്കർ എന്ന മൂവി റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. മച്ചാന്മാരെ, ഗൈസ്, പവിത്രൻ എന്ന ക്യാരക്ടറാണ് പവി കാറ്റേക്കറിലൂടെ ദിലീപേട്ടൻ നമുക്ക് ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ ഗൈസ്, പവിത്രനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ നല്ല ഒരു ക്യാരക്ടറേക്കാണ് വേണമെങ്കിൽ പറയാം. നല്ലൊരു എന്താ പറയുക, പവി എന്ന ക്യാരക്ടർ മീൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണോ സിനിമയിലും ട്രെയിലർ ടീസറിലൊക്കെ കണ്ടത്, സോങ്ങിലൊക്കെ കണ്ടത്, ആ ഒരു ലെവലിലാണ് പവി കാറ്റേക്കർ സിനിമയിലൂടെ എനിക്ക് കിട്ടിയത്. പിന്നെ ഗൈസ്, കെയർടേക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ള ദിലീപേട്ടൻ്റെ ക്യാരക്ടർ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന മൂവിയിൽ ദിലീപേട്ടൻ്റെ എല്ലാ ക്യാരക്ടറും മീൻസ് ആ സത്യനാഥൻ എന്ന ക്യാരക്ടർ എല്ലാ പ്രശ്നങ്ങളിലും പോയി ചെന്നപ്പെടും. ആ ഒരു ഇതാണ്. അതേപോലെ തന്നെ പവി കാറ്റേക്കറിൽ ഈ ഒരു ക്യാരക്ടർ, ഈ പവിത്രൻ എന്ന ക്യാരക്ടർ എല്ലാവരും ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ എന്തൊക്കെ സംഭവമുണ്ട് അത് മൊത്തം അവൻ്റെ പ്രശ്നം അല്ലാതെ അത് പവിത്രൻ്റെ പ്രശ്നമായിട്ട് എടുക്കുകയാണ്. മീൻസ് എല്ലാ പ്രശ്നവും ഫ്ലാറ്റിൽ എന്ത് നടന്നാലും ആ പ്രശ്നം മൊത്തം എന്ന് പറയുന്നത് ഈ പവി കാറ്റേക്കർ എന്നെങ്കിൽ പവിത്രൻ എന്ന ക്യാരക്ടറിലുള്ളതാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ പവിത്രൻ എന്ന ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാനും ഒക്കെ പറ്റി. പിന്നെ ഗൈസ്, കോമഡി പറഞ്ഞാൽ പിന്നെ നമ്മുടെ ആശാൻ കോമഡിയാണ്. മീൻസ് കോമഡി പറഞ്ഞാൽ നായകൻ എന്നൊരു ടൈറ്റിൽ കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് ഈ സിനിമയിലൂടെ വീണ്ടും നമുക്ക് മലയാള ഇൻഡസ്ട്രിയിലേക്ക് ഇല്ലെങ്കിൽ വീണ്ടും തിരിച്ച് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മൂവിയിലൂടെ തിരിച്ച് കിട്ടി എന്നാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഓരോ കോമഡി സീൻസ് ആയാലും എല്ലാ കോമഡി സീൻസ് ആയാലും അടിപൊളിയായിട്ട് ചിരിപ്പിക്കുന്നത്. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ മൊത്തം ചിരിയുടെ ബഹളമായിരുന്നു എനിക്ക് കിട്ടിയത്. മീൻസ് ചിരിച്ചുകൊണ്ട് നന്നായിട്ട് ഇപ്പോൾ ശബ്ദമായിട്ട് എന്താ പറയുക, പൊട്ടിച്ചിരിക്കാൻ കഴിയില്ല, ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. പിന്നെ ഗൈസ്, 2 കൺട്രീസ് റിംഗ് മാസ്റ്റർ ആ ലെവലിലൊന്നും നോക്കരുത്. 2 കൺട്രീസ് ജിയടി മുസ അതിലൊന്നും ആ ലെവലിലൊന്നും പിടിച്ചു നിൽക്കില്ല, അതിൻ്റെ ആ ടോപ്പിലൊന്നും എത്തില്ല. എന്നാലും അതിൻ്റെ ഒരു ലോ ആൻഡ് രീതിയിൽ എത്തുന്ന ഒരു സിനിമയാണ് പവി കാറ്റേക്കർ. പിന്നെ ദിലീപേട്ടൻ്റെ ഈ ഒരു സിനിമയിലൂടെ 5 നായികന്മാരാണ് മലയാള ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളത്. ഈ സിനിമയിലൂടെ അവരൊക്കെ എല്ലാ ക്യാരക്ടറും അവർ അടിപൊളിയായിട്ട് അവർക്ക് എന്താണോ കൊടുത്തിട്ടുള്ള റോള് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇതിലൊരു സർപ്രൈസ് ഉണ്ട്, ഒരു ശബ്ദം കിടന്നു വരുന്നുണ്ട്. നമുക്കത് ക്യൂരിയോസിറ്റി ആയിട്ട് എന്ത് സംഭവിക്കും പറഞ്ഞിങ്ങനെ ഒരു എൻഗേജിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. കുറച്ച് കോമഡി സീൻ, പിന്നെ ഗൈസ് ഒരു ഇമോഷൻ സീൻസ് വരുന്നുണ്ട്. ശരിക്കും ഞാൻ ഇത്രത്തോളം നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച് ഇടയിൽ ഒരു ഇമോഷൻ സീൻ വരുമ്പോൾ ഇമോഷണലായി പോകുന്നുണ്ട്. ശരിക്കും എല്ലാവരും ജസ്റ്റ് ഇത്രത്തോളം മീൻസ് തിയേറ്ററിൽ മൊത്തം ആ റൂം മൊത്തം ചിരിച്ചുകൊണ്ട് പിന്നെ ഇടയിലൊരു സീൻ വരുമ്പോൾ ശരിക്കും കരഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പവിത്രൻ എന്ന ക്യാരക്ടറിനൊപ്പം ഒരു ഡോഗ് എന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ബ്രോ എന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു നായ, ആ നായി ഗൈസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ദിലീപേട്ടൻ്റെ കരിയറിൽ മീൻസ് മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാ സിനിമയിലും ഒരു ക്യാരക്ടർ മീൻസ് ക്ലൈമാക്സ് പൊട്ടിക്കുന്നത് വില്ലന്മാരോ നായികന്മാരോ അതുപോലെ തന്നെ എന്താ പറയുക നടന്മാരാണ്. പക്ഷേ ഇതിൽ ഒരു ക്ലൈമാക്സ് പൊട്ടിക്കുന്നത് ഒരു ബ്രോ എന്ന നായാണ്. അത് നിങ്ങൾക്ക് സിനിമയിൽ സെക്കൻഡ് ഹാഫ് കണ്ടാൽ മനസ്സിലാവും. അടിപൊളിയായിട്ട് എന്ത് സംഭവിക്കും പറഞ്ഞാൽ ക്യൂരിയോസിറ്റി ആയിരിക്കും. ശരിക്കും ഫസ്റ്റ് ഹാഫ് ശരിക്കും കോമഡിയിലൂടെ ചിരിപ്പിച്ച് പിന്നെ സെക്കൻഡ് ഹാഫ് ഇൻ്റർവെൽ ടൈമിലേക്ക് കിടക്കുമ്പോൾ കുറച്ച് ക്യൂരിയോസിറ്റിയും കുറച്ച് റൊമാൻറ്റിക്കും അതുപോലെ തന്നെ കുറച്ച് ഇമോഷണലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും സിനിമ വേറെ റേഞ്ചിലേക്ക് മാറുന്നത്. സെക്കൻഡ് ഹാഫാണ് ശരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ക്ലിക്ക് ബൈറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് സെക്കൻഡ് ഹാഫ് ആയിരുന്നു. പിന്നെ എന്ത് സംഭവിക്കും പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റി ഈ സിനിമയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ ധർമ്മജൻ ചേട്ടനും അതുപോലെ തന്നെ ജോണി ആൻഡി ചേട്ടനും അടിപൊളിയായിട്ട് അതിൻ്റെ ക്യാരക്ടറൊക്കെ നന്നായിട്ട് കോമഡി സീൻസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല രാമലീല എന്ന മൂവിക്ക് ശേഷം ദിലീപേട്ടൻ്റെ അമ്മയായിട്ട് മീൻസ് രാമലീല എന്ന മൂവിയിൽ അമ്മയായിട്ട് എന്താ പറയുക ആക്ട് ചെയ്തിട്ടുള്ള രാധിക മാം ആണ് ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്, ദിലീപേട്ടനൊപ്പം നിൽക്കുന്നത്. ഇതിപ്പോൾ മീൻസ് എന്താ പറയുക, വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ വീട്ടിലാണ് മീൻസ് ആ ഒരു മുതലാളിയുടെ വീട്ടിലാണ് ദിലീപേട്ടൻ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കോമഡി സീൻസൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ചിരിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് സീൻസൊക്കെ
ഇപ്പോൾ കോമഡി സീൻസൊക്കെ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് വേണ്ടായിരുന്നു എന്നൊന്നും അങ്ങനെയൊന്നുമില്ല. അത് എടുത്തു പറയുന്നുള്ള പുതിയതായിട്ടുള്ള ദിലീപേട്ടനിൽ നിന്ന് കൈ കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് അടുത്തത് പറയാനുള്ളത് പറഞ്ഞാൽ ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ ഗൈസ് സത്യം പറയട്ടെ, ആ ഒരു ക്ലൈമാക്സ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു കയ്യടി വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്ത് പോലുമില്ല. എന്ത് സംഭവിക്കും ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പേർഷ്യയാണ് ഗൈസ് ആ ബ്രോ എന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള നായാണ് ക്ലൈമാക്സ് പൊട്ടിക്കുന്നത്. അത് നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിവേ ദിലീപേട്ടൻ്റെ വൺ മാൻ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. പഴയൊരു ദിലീപേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നു. നിങ്ങളിപ്പോൾ തിയേറ്ററിൽ കൊടുത്ത കാശിന് നിങ്ങൾക്ക് എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഞാൻ പറയുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എനിവേ ദിലീപേട്ടൻ്റെ സിനിമ വരുമ്പോൾ മുമ്പ് തന്നെ ഈ പവിക്കറ്റേക്ക് എന്ന മൂവി തിയേറ്ററിലേക്ക് വരുന്ന മുമ്പ് തന്നെ ഈ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം OTT അവകാശങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ ഏഷ്യാനെറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ OTT എടുത്തിരിക്കുന്ന ഹോട്ട്സ്റ്റാറാണ്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. അപ്പോൾ തന്നെ വിചാരിക്കാം മീൻസ് പടം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് പിന്നെ ഗൈസ് ഡീഗ്രേഡ് ചെയ്യുന്ന കുറച്ച് അവന്മാരോട് പറയാനുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദിലീപേട്ടനെ ഇഷ്ടപ്പെട്ട മീൻസ് ഫാൻ ആയിട്ടില്ലാത്ത ഒരാളായിരിക്കാം. പക്ഷേ ബായ് തോന്നി വിളിച്ച് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മൂവി ആയാലും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന മൂവി ആയാലും ബാന്ദ്ര ആയാലും തങ്കമണി ആയാലും ഡീഗ്രേഡ് ചെയ്ത് കൊന്നിട്ടുള്ള സിനിമയാണ്. അതിനെ ഇപ്പോൾ തളർത്താനായിട്ട് ഒന്നും പറ്റില്ല. പിന്നെ ഈ മൂവീനെ തളർത്താനായിട്ട് ഇല്ലെങ്കിൽ നോക്കിയാൽ നിങ്ങളുടെ ഇല്ലെങ്കിൽ എന്താ പറയുക ചെറിയടച്ച് ഇരിക്കുന്ന മീൻസ് ഡീഗ്രേഡ് ചെയ്യുന്ന കുറച്ച് അവന്മാരോട് ചെറിയടച്ച് കൊണ്ട് സിനിമ പവി കെയർടേക്കർ എന്ന മൂവി കാറ്റിൽ പവർത്തി ഡീഗ്രേഡ് ചെയ്യുന്ന അവന്മാരെ കാറ്റിൽ പടർത്തിക്കൊണ്ട് ഇപ്പോൾ ഫാമിലി കുടുംബ പ്രേക്ഷകർ അങ്ങനെ തിയേറ്ററിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കിട്ടിയ റിപ്പോർട്ടിൽ തന്നെ ഫസ്റ്റ് നൈറ്റ് ഷോ ആയിരുന്നു എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ. ഏകദേശം 15-16 തിയേറ്ററൊക്കെ ഹൗസ്ഫുള്ളായിരുന്നു നൈറ്റ്. അപ്പോൾ എന്തായാലും ഇനിയും ഈ ഒരു എന്താ പറയുക ഇപ്പോൾ ആവേശമുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമായാലും ഇപ്പോൾ ജയഗണേശ് ആയാലും ആ ഒരു മൂവിയിൽ ഇപ്പോൾ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇനി ദിലീപേട്ടൻ്റെ വരവ്. ഇനി സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആകണില്ല ഗൈസ്. നിങ്ങൾ പവി കെയർടേക്കർ എന്ന മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.